ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കൊതിച്ച് വാങ്ങിച്ചൊരു അൺബോക്സിങ് ആണ് ഇന്ന്. ജേണൽ കിറ്റാണ്. അപ്പോൾ ഞാൻ എന്താ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. 11 സാധനങ്ങൾ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്നൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്താ ഇത് തുറന്ന് കാണിച്ചു തരാവേ. ഇതിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണം. അതിൽ എന്തൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബുക്കാണ്. ഈ ബുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിന് ഇങ്ങനെ ഈ കവറ് ഇത് ഒരു കവറാണ്. ഇതിനകത്ത് വേറെ ബുക്കും കവറും രണ്ടായിട്ടാണ് ഇരിക്കണേ. ആ ബുക്കിൻ്റെ ഒപ്പമുള്ള കവറല്ല അതിൻ്റെ മുകളിലുള്ളത്. ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. പക്ഷേ ഇത് നല്ല ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് കുറേ അത്യാവശ്യം ഒത്തിരി പേജസൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര പേജുണ്ടെങ്കിൽ ഞാൻ എണ്ണിയൊന്നും നോക്കിയില്ല, എന്നാലും കാണുമ്പോൾ മനസ്സിലാവും ഒത്തിരി പേജുണ്ട്. പിന്നെ കുറേ സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇത് പിടിക്കുമ്പോൾ ഭയങ്കര കട്ടി കുറവാണ്, ഒട്ടുമില്ല. പക്ഷെ കീറിയും പോകത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇത് കുറേ ഉണ്ട്. ഇതൊരു 32 എണ്ണമൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണി നോക്കിയായിരുന്നു, 32 എണ്ണം ഉണ്ടായിരുന്നു. അതിന് പുറകിൽ എത്ര എഴുതി വെച്ചേക്കണേന്ന് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇത് നോക്കിയപ്പോൾ 32 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തിരിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് എല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ മെമോ പാഡ്, ഇങ്ങനെ ഒരു മെമോ പാഡിൻ്റെ ഒരു സെറ്റ് കിട്ടും. അതാണ് ഞാൻ ബോക്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മെമോ പാഡിൻ്റെ ഒരു ബ്ലൂ കളർ പേപ്പറാണ്. ഇത് ബ്ലൂ കളർ ജേണൽ, ഈ പർപ്പിൾ കളർ ജേണൽ കിറ്റും കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. അവൻ ഞാൻ ഇതൊന്ന് കാണിക്കുന്നുണ്ട്. 2-3 തെറിച്ചൊക്കെ പോയിട്ടുണ്ട്. മെമോ പാഡാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കോട്ട്സൊക്കെ എഴുതിയിട്ട് ജേണൽ ചെയ്യുന്ന ബുക്കിൽ ഒട്ടിച്ച് വെക്കാവേ. പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ചുമ്മാ ഒട്ടിച്ചാൽ മതിയോ അതോ എന്തെങ്കിലും എഴുതണമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇത് വണ്ടർഫുൾ ഡേ എന്നൊക്കെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കാണാൻ നല്ല രസമാണ്. ആ ബുക്കിൻ്റെ അത്ര സൈസ് ഉണ്ട് അത്യാവശ്യത്തിന്, അതുകൊണ്ട് ഞാൻ ബുക്കിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. അപ്പം ഞാൻ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വാഷി ടേപ്സാണ്. ഇതിനകത്ത് ആ പ്ലെയിൻ അല്ലാത്ത വാഷി ടേപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വാഷി ടേപ്പ് പ്ലെയിനാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 വാഷി ടേപ്പ് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ വാഷി ടേപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഒട്ടിക്കുന്ന ജേണലിൽ ഒട്ടിക്കുന്ന സാധനമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. സ്റ്റാമ്പാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. കീപ് സ്മൈൽ അങ്ങനെയൊക്കെ എഴുതിയ കുറേ സെറ്റ് ഉണ്ടായിരുന്നേ. ഇത് കാണാൻ നല്ല രസമായിരുന്നു. ഇതിൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ഇച്ചിരി ഉള്ളെന്ന്, പക്ഷേ ഇത് തുറന്ന് നോക്കിയപ്പോൾ കുറേ ഉണ്ടായിരുന്നേ. ഇതൊരു 10-15 എണ്ണം കാണും, എണ്ണി നോക്കിയില്ല, തോന്നുന്നു 10-15 ഉണ്ടെന്ന്. ഇനി ഞാൻ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഹെലോ എന്നൊക്കെ എഴുതിയത്. പിന്നെ കുറേ ഇതിനകത്ത് മെയിൻ മൂണായിരുന്നു. പിന്നെ പൂച്ചയുടെ പടമുള്ളതുണ്ട്, ഹാവ് എ ഗുഡ് ടൈം ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ എഴുത്തൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലുത്. അതായത് ഇപ്പം ഞാൻ കാണിച്ച സാധനമില്ലേ, സ്റ്റാമ്പ് പോലത്തെ, ആ സാധനത്തിനകത്തുള്ളതിൽ ഏറ്റവും വലുത് ഇതാണ്. എനിക്ക് കുഞ്ഞ് വട്ടത്തിൽ ഇരിക്കണ ബട്ടർഫ്ലൈയുടെ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതും കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കീറി ഒട്ടിക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാം, എനിക്കറിയാം. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കട്ടി കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പറാണ്. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തല്ല, നമ്മളത് ജസ്റ്റ് വലിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നോളും. അങ്ങനെ 3 പേപ്പറായിട്ടാണ്. ഇതിനകത്ത് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. അതിനകത്ത് നമുക്ക് കോട്ട്സും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാവേ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് ഞാൻ അവസാനം പറയാം. അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഒത്തിരി ഒരു 6-7 എണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ഇതും അതുപോലത്തെ തന്നെ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു പേപ്പറാണ്. ഇതാ ബുക്കിനേക്കാളും വലുതാണ്. അപ്പോൾ ഇതെവിടെ ഒട്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. നടുക്കുന്നൊക്കെ കീറിയിട്ട് ഒട്ടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇപ്പം ഞാൻ കാണിച്ചത്. ഇനി ഇത് ഒരു മേഘത്തിൻ്റെ, പിന്നെ ഇത് ലവ് ലവ് ദ സ്റ്റാർസ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ. ഇതും എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതും അടുക്കി വെക്കുന്നുണ്ട്. ഇനി അവസാനമല്ല, ഇനിയുമുണ്ട്. ഇനി ഒരു ലെറ്റർ
ലെറ്റർ കാർഡാണെന്നാണ് തോന്നുന്നത്. ലെറ്ററൊക്കെ വെക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. എൻ്റെ പേരും എനിക്കറിയത്തില്ല, എൻ്റെ പേര് അതിൽ എഴുതിയും വെച്ചിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടത് ആ പർപ്പിൾ കളറിലെ രണ്ടാമത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പടം മാത്രമുള്ളതാണ്. അത് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഞാൻ അവസാനം കാണിച്ചു തരുന്നുണ്ട്. ഇത് ഇങ്ങനെ മടക്കാൻ പറ്റുന്നതാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ട് മടക്കി അങ്ങനെ വെക്കാം. ഇനി സ്റ്റിക്കർ പാക്കാണ്. കുറേ ഉണ്ട് സ്റ്റിക്കേഴ്സ്. ഞാൻ ഇത്ര സ്റ്റിക്കർ ഉണ്ടെന്നൊന്നും ഓർത്തില്ല. ഇതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനി അടുത്ത് വരാൻ പോണ 2-3 ജേർണലിൽ എനിക്ക് ഇത് വെച്ച് തന്നെ ആയിരിക്കും. ഇനി കുറേ ജേർണൽസൊക്കെ ആയിരിക്കും വരാൻ പോണത്. അത് ഞാനിപ്പോഴേ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സാണ്. ഇതിനകത്ത് എന്തോ കുറേ ഭാഷയിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാണോ ആവോ. പിന്നെ ഇംഗ്ലീഷിലും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നെവർ ജസ്റ്റ് അങ്ങനെ കുറേ കോഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഡോട്ട്സും ഉണ്ട്. ഇങ്ങനെ കുറേ ഡോട്ട്സ് ഉണ്ട്. ചെരിഞ്ഞ് നിൽക്കുന്ന ഡോട്ട്സ്, നേരെ നിൽക്കുന്ന ഡോട്ട്സ്, ഇങ്ങനെ കുറേ ഉണ്ട്. കുറേ ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പക്ഷേ ഇത് ഒട്ടിക്കാനുള്ള അത്ര സ്ഥലം ആ ബുക്കിലില്ല. അത് എനിക്കെങ്ങനെ ഒട്ടിക്കണമെന്ന് പോലും അറിയത്തില്ല. അപ്പം ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇത്തരം ഇത് നമുക്ക് അത്യാവശ്യം വലിയ പേപ്പറാണെന്ന് തോന്നും. പക്ഷേ ഇത് അത്രയ്ക്ക് വലിയ പേപ്പറൊന്നുമല്ല, ചെറിയൊരു മീഡിയം സൈസ് പേപ്പറാണ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അവസാനം ഇങ്ങനെ ഒരു പേപ്പറുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ലായിരുന്നു. എനിക്ക് ശരിക്കും മനസ്സിലായില്ല അതങ്ങനെ ഒരു പേപ്പർ ഉണ്ടെന്ന്. അപ്പം ഞാൻ അതും എടുത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഈ 2 പേപ്പറിൽ ഏത് പേപ്പർ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഡോട്ട്സ് ഉള്ളത് പേപ്പർ 1, ഈ ഡിസൈൻ ഉള്ളത് പേപ്പർ 2. അപ്പം ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ പർപ്പിൾ കളറുള്ളതെന്ന് ആദ്യമേ വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഏതാണ് ഇത്. ഇങ്ങനെ ഒരു പേപ്പർ ഇതിനകത്ത് ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കുറേ ഡിസൈൻസ് ഉള്ള പേപ്പേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ ബുക്കിനേക്കാൾ ഒത്തിരി വലുതാണ്. നമുക്ക് വേണമെങ്കിൽ കീറി ഉപയോഗിക്കാവേ. അപ്പം ഞാൻ എല്ലാം പഴയതുപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും പരിപാടി. ഇത് എടുത്ത് വെക്കാൻ ഞാൻ ഒത്തിരി സമയം എടുത്തു. ഞാൻ വീഡിയോയ്ക്ക് ഈ സമയം സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡ് എടുത്ത് വെച്ചേക്കണേ. ഇല്ലെങ്കിൽ ഞാൻ പതുക്കെ ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു നേരമാവും. അപ്പം ഞാൻ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. വാശി ടൈപ്സൊക്കെ ഇന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ ആ ബുക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കുറേ കവായി സ്റ്റിക്കേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത മിക്കവാറും ജേർണൽസ് ആയിരിക്കും. അപ്പോൾ ബൈ.